സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ മാസ് എൻട്രി വീണ്ടും നടന്നിരിക്കുകയാണ്. സൊമാലിയയുടെ കിഴക്കൻ തീരത്തെ കടൽത്തീരത്ത് കപ്പലുകൾ തടഞ്ഞു നിർത്തി കപ്പലുകൾ ഹൈജാക്ക് ചെയ്യാനുള്ള സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ശ്രമം ഇന്ത്യൻ നാവികസേന പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഏകദേശം 3 മാസം മുമ്പ് തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ കടൽക്കൊള്ളക്കാർ ആക്രമണങ്ങൾ നടത്താൻ പുറപ്പെട്ടതായിരുന്നു. ഡിസംബർ 14-ന് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മുൻ MV റൂൻ എന്ന കപ്പൽ കടൽക്കൊള്ളക്കാർ തങ്ങളുടെ ആഴക്കടൽ കൊള്ള നടത്തുന്നതിനായി പുറപ്പെട്ടതായി നാവികസേനയ്ക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് മാർച്ച് 15-ന് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇത് തടയുകയും ചെയ്തു. തുടർന്ന് കടൽക്കൊള്ളക്കാർ യുദ്ധക്കപ്പലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധത്തിൽ അവരുടെ ശ്രമം വിഫലമായിരുന്നു. പിന്നീട് കപ്പലിലെ കടൽക്കൊള്ളക്കാരോട് കീഴടങ്ങുവാനും കപ്പൽ വിട്ടയക്കുവാനും ആവശ്യപ്പെട്ടു. കൂടാതെ അവർ തടവിൽ വച്ചിരിക്കുന്ന സാധാരണക്കാരെയും വിട്ടയക്കണമെന്ന് നാവികസേന ആവശ്യപ്പെടുകയായിരുന്നു. സമുദ്ര സുരക്ഷയ്ക്കും മേഖലയിലെ നാവികരുടെ സുരക്ഷയും ഇന്ത്യൻ നാവികസേന എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിലും ഇന്ത്യൻ നാവികസേന സമാനമായ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലായ INS സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്ന് മോചിപ്പിച്ചത്. കപ്പലിൽ 17 ജീവനക്കാരുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും 700 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത്. സൊമാലിയയുടെ കിഴക്കൻ തീരം ഈദൻ കടലിടുക്ക് പദ്ധതിയുടെ ഓപ്പറേഷന്റെ ഭാഗമാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ ഇന്ത്യ രക്ഷിച്ചത്. കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കി വച്ചിരിക്കുകയായിരുന്നു. അപായ സന്ദേശം കിട്ടിയുടൻ INS സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു. ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു. വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന അന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നതാണ്. കടൽക്കൊള്ളക്കാരെ തുരത്തുവാനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. സമുദ്രാതിർത്തി സംരക്ഷിക്കുക, കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്.